ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പൊ നമ്മളുടെ FC മൊബൈലായിട്ട് തിരിച്ചു വന്നേക്കുവാണ്. സോ FC മൊബൈലിനകത്ത് നമ്മൾ പിന്നെ നമ്മളുടെ ടാർഗറ്റുകളായിട്ട് മുന്നോട്ട് പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ ഗൈസ്, അപ്പൊ നമുക്ക് വീഡിയോ നേരം തുടങ്ങിയേക്കാം. സോ ഗൈസ്, അപ്പൊ നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സോ അതിന്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇത് ഇത്രയും നമുക്ക് കിട്ടിയ സംഭവങ്ങളാണ്. സോ ഇതെല്ലാം പുതിയ അപ്ഡേറ്റ് തന്നെയാണ് കേട്ടോ. സോ ഇതെല്ലാം നമ്മൾ ഒന്ന് സെറ്റ് ആക്കട്ടെ. കൊള്ളാം 800 യൂണിവേഴ്സൽ ടോക്കണോ? പൊന്നോ, അത് കൊള്ളാം. ഓക്കെ ഒരു 500 കൂടി നമുക്ക് എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അല്ല ഇട്ടിട്ടുണ്ട്. എടാ നോക്കടാ, ഇത് കിടിലം കേട്ടോ. കിടില സാധനം, അപ്ഡേറ്റ് കിടിലാണ്. ഞാൻ ട്രെയിലറൊക്കെ നിങ്ങൾ കണ്ടാണ്, ഷോർട്സ് കണ്ടവർക്കറിയാം. ട്രെയിലർ ഫുള്ളുണ്ട്, നിങ്ങൾ എടുത്തൊന്ന് കണ്ടു നോക്കുക. ഇടയ്ക്കിടയ്ക്ക് പോസും പുതിയ പ്ലേയേഴ്സ്. നമ്മൾ അലക്സാണ്ടർ അർണോൾഡിനെ കിട്ടിയിട്ടുണ്ട്. സോ യെസ്, നമ്മൾ അലക്സാണ്ടർ അർണോൾഡിനെ കിട്ടിയിട്ടുണ്ട്. ദെൻ പുതിയ ഒത്തിരി പ്ലേയേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് എടുത്ത് നോക്കുക. സോ നമ്മളുടെ ഇതിനകത്തോട്ട് നമ്മൾ അലക്സാണ്ടർ അർണോൾഡിനെ കയറ്റാൻ പോവാണ്. സോ നമ്മൾ അർണോൾഡ് ഓട്ടോ ബില്ല് കൊടുത്തേക്കാം. അപ്പൊ അർണോൾഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കയറി വന്നു ഗൈസ്. കാരണം സബ്സ്റ്റിറ്റ്യൂഷൻ എന്തോ പ്രശ്നം അറിയാവോ? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കയറി വരുന്ന സമയത്ത് ഇതാണ് കേട്ടോ, 92 സണ്ണും പിന്നെ സോണും പിന്നെ 92 CDM കെയിൻ അവരൊക്കെ കയറി വരുന്നത്. അവനെ മാറ്റിയിട്ട് മാത്രം കാര്യമില്ല, അപ്പൊ നമുക്ക് ഫുള്ള് മാറ്റണം. അതുകൊണ്ട് നമുക്ക് അവനെ സ്വാപ്പ് ചെയ്ത് മാറ്റാം ഗൈസ്. സെറ്റാക്കട്ടെ ഗൈസ്. നമ്മൾ കയറി വന്നപ്പോഴേ ഒരുമാതിരി ആയിപ്പോലെ. ഓക്കെ, നമ്മുടെ 105 ഓവറായിട്ടുണ്ട്. ബട്ട് ഗൈസ്, നമുക്ക് എല്ലാവർക്കും പൊസിഷനുള്ള ആൾക്കാരെ മതി. 104 അവൻ, എന്നിട്ട് പോലും ഞാൻ സാപ്പ് ചെയ്യുവാണ്. പാസിങ് മാത്രമേ ഉള്ളൂ കൂടുതലായിട്ടുള്ളത് കേട്ടോ. ബാക്കിയെല്ലാം അവന് കൂടുതലാണ്. എന്നാലും നമ്മളെടുത്ത് വെച്ചേക്കുവാണ്, കാരണം നമ്മൾക്കെല്ലാം അങ്ങനെയുള്ള ആൾക്കാരെ മതി. പിന്നെ നിങ്ങൾക്ക് ഇവനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി ഈ വീഡിയോയിൽ. അതായത് അർണോൾഡിനെ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് അവനെ തന്നെ കയറ്റും കേട്ടോ. ഇപ്പോഴും അവൻ നമ്മളുടെ കയ്യിൽ തന്നെ കിടക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. പിന്നെ നമ്മളുടെ ഫസ്റ്റ് തന്നെ ഈ അക്വ ബാക്കി ഞാൻ വായിച്ചില്ല. സോ ഇതിനകത്താണ് നമ്മൾ അക്വ ഇൻഫെർണോ. എനിക്ക് തോന്നി അപ്ഡേറ്റിന്റെ പേരും അങ്ങനെ. അതെടാ, നമുക്ക് പ്ലേ ചെയ്യാതെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കേട്ടോ. സോ നിങ്ങൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇത് തന്നെ ചെയ്യാം. സോ ഗൈസ്, അപ്പം നിങ്ങൾ ഇപ്പം തന്നെ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അലക്സാണ്ടർ അർണോൾഡിനെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, ഈ കളിക്ക് ശേഷം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ലിവർപൂളിലാണ് അർണോൾഡ് സത്യം പറഞ്ഞാൽ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് നമ്മൾ അപ്പം തന്നെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ അടുത്ത ആളെ എടുത്തിടും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ പുതിയ പ്ലേയേഴ്സിനെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. സോ ഓക്കെ, അത് ബെല്ലിംഗാം അല്ലേ? ബെല്ലിംഗാമടാ, ലിവർപൂളിന് ബെല്ലിംഗാം കൊള്ളാല്ലേ. സോ നമ്മളുടെ കയ്യിൽ നമ്മൾ അലക്സാണ്ടർ അർണോൾഡ് ഉണ്ടെങ്കിൽ അവന്മാരുടെ ബെല്ലിംഗാം ഉണ്ട്. അതാണ് അവന്മാർ കേട്ടോ. അവന്മാരുടെ പ്ലെയറിനെ എടുത്തപ്പോൾ അവന്മാർ നമ്മളുടെ പ്ലെയറിനെ എടുത്ത്. ഓക്കെ വാസി നമ്മളിങ്ങനെ പാസ് ചെയ്ത് പതുക്കെ തീർന്ന് ഷൂട്ട് ചെയ്തു. ഗോള്. യെസ് ഗൈസ്, നമ്മൾ ഫസ്റ്റ് 6ാമത്തെ സെക്കൻഡ് നമ്മൾ ഗോൾ അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് മിസ്സാണ്, 7 സെക്കൻഡ് ആവേണ്ടതാണ്. ബട്ട് 6ാം സെക്കൻഡ് നമ്മൾ ഗോൾ അടിച്ചിട്ടുണ്ട്. സോ നമ്മുടെ കെയിനാണ് അടിച്ചത് ഗോൾ. ഓക്കെ, സോ റാമറസ് എന്ത് ചെയ്താലും ഇങ്ങനെയാണ് കേട്ടോ. ഒന്നെങ്കിൽ സേവ് റൊണാൾഡീനോയോ കൊള്ളാലോ. എന്റെ പണ്ടിരുന്ന പ്ലേയേഴ്സ് ആണ് കേട്ടോ ഇതെല്ലാം. നിങ്ങൾ FC മൊബൈൽ കളിക്കുന്നതാണ്, നിങ്ങൾക്കും അറിയാം. ഓഫ് സൈഡ് അല്ല, ഞാൻ വിചാരിച്ചു ഓഫ് സൈഡ് ആണ്. ഓക്കെ, നമ്മള് ഗോൾ. ഓക്കെ ഗൈസ്, നമ്മളുടെ 2ാമത്തെ ഗോളാണിത്. അതേപോലെ തന്നെ 6 സെക്കൻഡിലാണ് നമ്മൾ പിന്നെയും ഗോൾ അടിച്ചേക്കുന്നത്. സോ നമ്മൾ ചുമ്മാ തീയാണ് കേട്ടോ. നമ്മുടെ പ്ലേയേഴ്സും തീയാണ്. എംബാപ്പയോ മോനെ കൊള്ളാലേ. പാസ് ചെയ്യണ്ട. അതിന്റെ ഇടയ്ക്ക് അതിന്റെ ഇടയ്ക്കൂടെ അവൻ കയറി ഓട്ടോമാറ്റിക്കലി അവനെടുത്തോട്ട് പോവും. അത് ഞാൻ പ്രതീക്ഷിച്ച് ചെയ്തത്. ഓക്കെ, നമ്മളുടെ ഗോൾ ഇടയില്ല. സോ നമ്മളെ GK ബട്ട്ലൻഡ് കൊള്ളാം. ആള് കിടിലാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. എംബാപ്പയൊക്കെ ലിവർപൂളിനൊന്ന് ആലോചിച്ച് നോക്കെ. അല്ല, റിയലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ FC മൊബൈലിനകത്തല്ല, റിയലി നിങ്ങളൊന്ന് ആലോചിച്ചു. പവർ ഷോട്ട് അടിച്ച് തുടങ്ങി. കെയിൻ ഭയങ്കര പവർ ഷോട്ട് കളിക്കാരനാണ് കേട്ടോ. അതായത് ഭയങ്കര കർവ് അടിച്ചാൽ പോലും തീ പറക്കുന്നവരാണ് അവൻ അടിക്കുന്നത്. സോ
ഓക്കെ എടാ എടാ ഓട്ടോമാറ്റിക് കിടക്കുന്നുണ്ടോ? അയ്യോ കേനെ കേറിയിട് മർഡോ അല്ല റാമറസ് അത് അടിച്ച റാമറസ്. എടാ പവർ ഷോട്ട് റാമറസ് അടിച്ച് അയ്യത്ത് കളഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ 2-0 നിൽക്കുകയാണ്. അവന്മാരൊരു ചാൻസ് കിട്ടിയത് ഒരു ഗോൾ അടിച്ചാൽ കഴിഞ്ഞാൽ പോരും നമുക്ക്. അടുത്ത ഗോള് എടാ മോനെ ചാലർ എടാ കിടിലും ഗോള് കേട്ടോ. ഞാൻ കർവ് ചെയ്തില്ല സത്യം പറഞ്ഞ, അത് കർവ് ചെയ്തില്ല ഞാൻ അത് ഗ്രൗണ്ട് ഷോട്ടിന് പോയി സത്യം പറഞ്ഞ. എന്നാൽ പോലും ഞാൻ കർവ് ചെയ്തില്ല ഗോള്. സോ നമ്മൾ കർവ് ചെയ്തില്ല, ചുമ്മാ അടിച്ചാണ് അത് ഗ്രൗണ്ടിലോട്ട്. ചില സമയത്ത് നമ്മളിങ്ങനെ കർവ് മാറ്റി പിടിക്കണം കേട്ടോ. കർവ് മാറ്റി പവർ ഷോട്ടുകൾ ദൂരെ നിന്നാണ് അടിക്കേണ്ടതെങ്കിൽ ഞാൻ അടുത്തുനിന്ന് അടിച്ച് നോക്കി, ബട്ട് കാര്യമില്ല. സോ നമുക്ക് മർഡോണയ്ക്ക് കൊടുക്കാം. എടാ വേണ്ട ഇനി വേണ്ട, കാരണം ഞാൻ ഒരു ചാൻസ് ക്രോസ് ബാർ. അയ്യോ ഓഫ് സൈഡ്. കുഴപ്പമില്ല. എടാ ഇവൻ അടിച്ച എപ്പോഴും ഈ ക്രോസ് ബാറും സേവും ഒക്കെ ഉള്ളു കേട്ടോ. റീബൗണ്ടിലാണ് റാമറസിന് ഗോള്. റാമറസിന്റെ അവസാനത്തെ ഗോൾ എനിക്കൊന്ന് ഒരു ഗോളം കണ്ടാന്ന് തോന്നുന്നു. എനിക്ക് ഒരു ഗോളേ റാമറസിന്റെ ഉള്ളൂ. ലഗ് ഓക്കെ ഷോട്ട്. എടാ സോറി റൊണാൾഡോ മർഡോണയുടെ ഈ ഗോളുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ. ഇതേപോലുള്ള ഗോളുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള ഗോളുകളൊക്കെ മർഡോണയുടെ ഹാഫ് ടൈം ആയിട്ടുണ്ട്. 4-0 4-0. സോ അത് വലിയൊരു സ്കോറാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇപ്പം ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാതാണെന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ പിന്നെ ഗൈസ് നിങ്ങളെല്ലാവരും നിങ്ങൾക്കറിയാവുന്ന എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ എടാ മർഡോണെ ശരിയാക്കല്. എടാ നമുക്ക് മർഡോണയ്ക്ക് ഒരു ഡബിൾ ഇത് കൊടുക്കാൻ മതി. എനിക്ക് ഞാൻ ഹാട്രിക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ. എടാ ഡബിൾ ഗൈസ്. അങ്ങനെ നമ്മൾ മർഡോണ ഡബിൾ ഗോൾ. മർഡോണ എനിക്ക് ഇഷ്ടം പോലെ ഗോൾ വന്നിട്ടുണ്ട്. മർഡോണ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല പ്ലെയർ ആണ് കേട്ടോ. അത് എനിക്ക് ആവശ്യമുള്ള ഏറ്റവും നല്ലൊരു പ്ലെയർ ആയിരുന്നു. അതായത് എനിക്ക് സത്യം പറഞ്ഞ ഞാൻ കളിക്കുന്ന സമയത്തൊക്കെ എനിക്ക് അത്രയ്ക്ക് വലിയ ആൾക്കാരില്ല, അതായത് ഇതേപോലെ വലിയ ആൾക്കാര് എന്താ പറഞ്ഞു. എടാ റാമറസ് ഗോൾ അടിച്ച് എടാ മോനെ സത്യം പറയല്ല സന്തോഷമായി എനിക്ക്. കാരണം റാമറസിനെ കൊണ്ടൊരു ഗോൾ അടിക്കാനിരുന്ന് ഞാൻ റാമറസേ കൊള്ളാടാ പോയി സൂപ്പർ. അപ്പം ഞാൻ എന്താ പറയാ അത് തന്നെ മർഡോണ. കാരണം ഞാൻ കളിച്ച സമയത്ത് അങ്ങനെ മർഡോണയെ കിട്ടാൻ ഞാൻ ഈവന്റ് പോയാണ് മർഡോണയൊക്കെ എടുക്കുന്നത്. അല്ല ഞാൻ ബണ്ടിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതുവരെ. ഞാൻ ഏതാണ് ഫ്രീ ഫയറിനകത്തായാലും FC മൊബൈലിനകത്തായാലും എടാ സേവ് ചെയ്ത് കളഞ്ഞ് ഞാൻ ബെല്ലിംഗാമിനെ കൊണ്ട് ഗോൾ അടിക്കാൻ നോക്കിയത്. പിന്നെ നിങ്ങൾക്ക് ബെല്ലിംഗാമിനെയൊക്കെ ഇഷ്ടപ്പെട്ട റിയൽ മാഡ്രിഡിനെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണെങ്കിൽ അയ്യോ ഓക്കെ ചാലഡ്രോൺ. എടാ ഇവനൊക്കെ ബാക്കി എനിക്ക് മർഡോണയാണ് കോർണർ കിക്ക് എടുക്കുന്നത് ആണെന്ന് തോന്നുന്നു. കാരണം മർഡോണയാണ് സാധാ കോർണർ കിക്ക് എടുക്കുന്നത്. ബെല്ലിംഗാമേ വളച്ച് കളി. യെസ് ഗൈസ് ബെല്ലിംഗാമിന്റെ ഗോൾ 101 നമ്മളുടെ ബെല്ലിംഗം. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അപ്ഗ്രേഡ് ചെയ്താണ് റാങ്ക് അപ്പ് ചെയ്താണ് ഇവനെ. ബെല്ലിംഗാം നമ്പർ 9 കേട്ടോ. സോ നമ്മൾ 7-0 എത്തി. 7-0 ഗൈസ്. ഓക്കെ നമ്മളെ കെയിൻ അടുത്ത ഗോളാണിത് ആണോന്ന് ഞാൻ ചോദിക്കുവാണ്. അല്ലെന്ന് തോന്നുന്നു. അല്ല ഞാൻ പറഞ്ഞില്ലേ കെയിൻ്റെ ആ സ്കില്ല് നമുക്കൊന്ന് മാറ്റണം കേട്ടോ. പിന്നെ കെയിൻ്റെ സ്കില്ല് മാറ്റിയിട്ട് നമുക്ക് വേറെ ആർക്കെങ്കിലും വേണ്ടേ. നമുക്ക് ഈ ഫെർണാണ്ടോ ഹെറിയോ അത് അങ്ങനെയാണ് അവന്റെ പേര്. സോ ഇവനെ കൊണ്ടൊരു ഗോൾ അടിപ്പിക്കാം. ഗോൾ എടാ ഗോൾഡാ. എടാ ഇവൻ 104 എനിക്ക് ഇവനെ ഓർമ്മയുണ്ട് കേട്ടോ. ഇവനെ എനിക്ക് ഈവനിലാണ് കിട്ടിയത് 8ാം നമ്പറുകാരൻ. ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ചുമ്മാ തീ കളിയാണ് കേട്ടോ. ഇവിടെ തീ അത് റെഡായ അവന്മാർ, അത് ഫോമാണ് അവന്മാരിപ്പം. അത് ആ റെഡ് വെച്ച് അറിയാം. കാരണം ഹാഫിന് ഇപ്പുറത്ത് അവന്മാരുടെ ഫോമും ഹാഫിന് അപ്പുറത്തും അവന്മാരുടെ ഒരു ഫോമുണ്ട്. അയ്യോ അത് പോയി ഞാൻ പറഞ്ഞില്ലേ അയ്യോ അത് പോയി ഗൈസ്. കളിയായി നമ്മൾ 8-0 അവന്മാരെ തോപ്പിച്ചത്. യെസ് ഗൈസ് അപ്പം നമ്മൾ 8-0 അവന്മാരെ തോപ്പിച്ചത്. കിഡിലൻ കളിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിഡിലൻ കളിയായിരുന്നു. നമ്മളെല്ലാവരും കൊണ്ട് ഗോൾ അടിപ്പിച്ചു. മർഡോണ ഡബിൾ അടിച്ചു. ദെൻ ഏറ്റവും വലിയ റാമറസിനെ കൊണ്ടൊരു ഗോൾ അടിപ്പിക്കാൻ പറ്റി. ഞാൻ എത്ര നാളത്തെ ഒരു ആഗ്രഹം എന്നറിയോ ഈ റാമറസിന്റെ ഒരു ഗോൾ. കാരണം റാമറസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫൻഡിൽ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരാളാണ്. പിന്നെ മാത്രമല്ല നമുക്ക് ഒത്തിരി പാസുകൾക്കൊക്കെ നല്ല ആളായിരുന്നു.
ഗൈസ് ഇപ്പം നമുക്ക് ഫുൾ ഏകദേശം നന്നായിട്ട് ഫുൾഫിൽ ആയിട്ടുണ്ട്. സോ നമുക്ക് ഇനി അപ്പം നമ്മളുടെ വീഡിയോ ഒക്കെ നമുക്ക് തീരാറായിട്ടുണ്ട്. സോ ഗൈസ് നമ്മളുടെ ഫസ്റ്റ് അപ്ഡേറ്റ് വീഡിയോസ് ആണ് ഇത്. സോ ഹെഡ് ടു ഹെഡ് നമ്മളുടെ അമച്വർ 3rd ആണ്. ഓക്കെ, സോ എന്തുവാ എടാ വേഷത്തേക്ക് എടാ, അപ്പം നമുക്ക് ഇതും കൂടി കളിക്കാം കേട്ടോ, ഇതും കൂടി കളിക്കാം. കുഴപ്പമില്ല, നമുക്ക് സമയം ഉണ്ടല്ലോ ഗൈസ്. നമുക്ക് ഇപ്പം തന്നെ 10-15 മിനിറ്റായി കാണും, 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റായി കാണും. നമുക്ക് ഇതും കൂടി കളിക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ പോയിട്ട് ആടാ അടിച്ച് അയ്യത്തോളാണ്. ഗോൾ. യെസ് ഗൈസ്, അപ്പം നമ്മൾ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട്. അടുത്ത മർഡോണ ഈ വിങ്ങിലൊക്കെ വന്ന് കളിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എടാ പോ അടി. അത് അയ്യത്തോട്ടൊക്കെയാണ് അടിച്ച് കളയുന്നത്. റാംറീസ് അത് അവൻ്റെ കയ്യില. ഗൈസ് നമ്മൾ ഗ്രേറ്റ് ചാൻസ്, നമ്മൾ പാസ് കൊടുത്താലോ? എടാ ഇവന്മാരുടെ കോമ്പിനേഷൻ നല്ല രസം, എനിക്ക് ഇഷ്ടമാരുടെ കോമ്പിനേഷൻ. എടാ ബാറ്ററി ചാർജ് തീർന്നു ഗൈസ്. ഓക്കെ, നമ്മൾ 3-1 ആക്കിയിട്ടുണ്ട്. എടാ 3-1 ഗൈസ്. അത് നമുക്ക് ഇച്ചിരി പവർ കൊടുത്തു പറ്റൂ. ഓക്കെ, 4-1 ഗൈസ്. നമ്മൾ ചുമ്മാ സെലിബ്രേഷനും ഗോൾ വിട്ടങ്ങ് അർമാദിക്കുവാണ് കേട്ടോ. യെസ് എടാ അവ കേറി വന്നു കേട്ടോ, ഞാൻ കണ്ടത് പോലുമില്ല. എടാ അവൻ പാസ് തൊട്ട് വിടുമ്പോൾ നമ്മൾ അടിച്ചും കളയണം, അതാണ് നമ്മളുടെ പ്ലാൻ. ഞാൻ ഉദ്ദേശിച്ചത് കുഴപ്പമില്ല ഗേസ്, നമ്മൾ അതിന് പകരം വീട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നമ്മൾ 6-1 ആക്കാൻ നോക്കാം. 6-1 ആക്കണം ഗേസ്. ഞാൻ മാക്സിമം തീർന്നു 6-1 ആവണം, എന്നാലേ ഒരു സുഖമുള്ളൂ. യെസ് 6-1 6-2. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചില്ല സാധനം. യെസ് 7-2 നമ്മൾ തോപ്പിച്ചു ഗൈസ്, അത്രേ ഉള്ളൂ. സോ ഗൈസ് അപ്പം നമ്മൾ 7-2 ഇവന്മാരെ തോപ്പിച്ചേക്കുന്നത്. സോ അതൊരു കിടിലൻ കളിയായിരുന്നു, എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അലക്സാണ്ടർ അർണോൾഡിനെ എടുത്ത് മാറ്റണമെങ്കിൽ നിങ്ങളൊന്ന് പറയുക കേട്ടോ. അലക്സാണ്ടർ അർണോൾഡ് നല്ലൊരാളാണ്, ഞാൻ പറഞ്ഞത് വെച്ച്. നിങ്ങൾക്ക് മാറ്റണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുക. സോ ദെൻ പിന്നെ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എന്തായാലും നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു മിനിറ്റ് നിങ്ങളെല്ലാം നിൽക്കുക, കാരണം ഒരു സംഭവം കൂടി നമുക്കുണ്ട് കേട്ടോ. സോ ഇത് മാനേജർ മോഡാണ്. ഈ മാനേജർ മോഡ് നമുക്ക് വലുതായിട്ട് ആവശ്യമില്ല. നമുക്കിതെല്ലാം ഒന്ന് മാറ്റിയിട്ട് നമ്മളുടെ ഈ UCL ടോക്കൺ ഉണ്ട് കേട്ടോ, അത് വെച്ച് നമുക്ക് ഒരാളെ വാങ്ങിക്കാൻ പറ്റും നോക്കാം. പറ്റുമെങ്കിൽ നമ്മൾ വാങ്ങിക്കും. സോ നമുക്ക് ഇതിനകത്ത് എക്സ്ചേഞ്ചിനകത്താന്ന് തോന്നുന്നു. ക്ലബ് ചാലഞ്ച് അല്ല, ടോക്കണിനകത്ത് നമ്മളുടെ കയ്യിൽ 1500 കൂടുതലുണ്ട്. കാരണം 800 എൻ്റെ കയ്യിൽ ഓൾറെഡി ഏകദേശം 300 സംതിങ് ഉണ്ടായിരുന്നു. 1600 ഉണ്ട് കേസ്. അപ്പം നമുക്ക് സുഖമായിട്ട് എടുക്കാം. സോ എല്ലാം അൺട്രേഡബിൾ ആണ്, അത് കുഴപ്പമില്ല. സോ നമുക്ക് പുതിയ എനിക്ക് ഫ്രാൻസിന്നാണ്, CB ആണ്. മറ്റേ PSVന്ന്. ഓക്കെ, എന്തിന്റെ പേര്? ഇത് തന്നെ. ഇതല്ല ഞാൻ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ ഇത്. കുഴപ്പമില്ല. സോ നമുക്ക് തിരിച്ചു പോവാം. സോ ഗൈസ് അപ്പം നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. സോ നമ്മളുടെ ടീമിന്റെ ഇത് കാണിച്ചുകൊണ്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. സോ ഗൈസ് നിങ്ങളെല്ലാം കണ്ടോ, നമ്മളെ ബട്ട്ലൻഡ്. സോ അവനെ കൊണ്ട് ഒരു പ്രാവശ്യം ഒരു ഗോൾ അടിപ്പിക്കണം കേട്ടോ. സോ ഗൈസ് അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം. സോ ഗൈസ് അടുത്ത വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ.